ദുബായിലെ ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഏഷ്യ സൂപ്പർ 4 മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ 41 റൺസിന്റെ ഉജ്ജ്വല വിജയം നേടി. ഈ വിജയം ഇന്ത്യയെ ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് നയിച്ചു. ദുബായിലെ പീച്ചിൽ ബാറ്റിംഗ് ദുഷ്കരമായ സാഹചര്യത്തിൽ യുവതാരം അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യൻ വിജയത്തിന് അടിത്തറ പാകിയത്. 37 പന്തിൽ നിന്ന് 75 റൺസ് എടുത്ത അഭിഷേക് തന്റെ ബാറ്റിംഗ് മികവിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ബംഗ്ലാദേശിന്റെ സ്കോർ 127 റൺസിൽ ഒതുക്കിയ ഇന്ത്യൻ ബോളർമാർക്കും വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യ ഓവറുകളിൽ കാര്യമായ റൺസ് നേടാൻ സാധിച്ചില്ല. ബംഗ്ലാദേശ് പേസർ തൻസീം ഹസൻ എറിഞ്ഞ ആദ്യ ഓവറിൽ വെറും 3 റൺസ് മാത്രമാണ് നേടിയത്. ഇത് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ 1-ാം ഓവർ സ്കോർ ആയിരുന്നു. സ്പിന്നർ നാസിം അഹമ്മദ് എറിഞ്ഞ 2-ാം ഓവറിൽ 7 റൺസ് പിറന്നപ്പോൾ ഇന്ത്യ പതറുമോ എന്ന് തോന്നിച്ചെങ്കിലും 4-ാം ഓവറിൽ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് ആക്രമണം തുടങ്ങി. നാസിം അഹമ്മദിന്റെ ഓവറിൽ 2 സിക്സറുകളും 1 ഫോറും ഉൾപ്പെടെ 21 റൺസാണ് ഇരുവരും അടിച്ചെടുത്തത്. ഈ പ്രഹരം ബംഗ്ലാദേശിന്റെ പ്രതിരോധം തകർത്തു. പവർ പ്ലേ അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ 72 റൺസിലെത്തി. അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് ഇന്ത്യൻ ഇന്നിംഗ്സിന് ശക്തമായ തുടക്കം നൽകി. എന്നാൽ 7-ാം ഓവറിലെ 2-ാം പന്തിൽ ഗില്ലിനെ പുറത്താക്കി റിഷാദ് ഹുസൈൻ ബംഗ്ലാദേശിന് പ്രതീക്ഷ നൽകി. 3-ാം നമ്പറിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചെത്തിയ ശിവം ദുബെ തന്റെ 2-ാം ഓവറിൽ പുറത്തായതോടെ ഇന്ത്യക്ക് അടുത്ത തിരിച്ചടി നേരിട്ടു. എന്നാൽ അഭിഷേക് ശർമ്മ തകർത്തടിച്ച് മുന്നേറി. 37 പന്തിൽ 5 സിക്സറുകളും 6 ഫോറുകളും അടങ്ങുന്നതായിരുന്നു അഭിഷേകിന്റെ ഇന്നിംഗ്സ്. നിർഭാഗ്യകരമായ റൺ ഔട്ടിലൂടെ അഭിഷേക് പുറത്തായതും അതേ ഓവറിലെ അവസാന പന്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വീണതും ഇന്ത്യക്ക് തിരിച്ചടിയായി. ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യക്ക് താങ്ങും തളലുമായി മാറിയത് ഹാർദിക് പാണ്ഡ്യയാണ്. 29-ാമത്തെ പന്തിൽ 38 റൺസ് നേടിയ ഹാർദിക് ഇന്ത്യൻ സ്കോർ 168-ൽ എത്തിക്കാൻ സഹായിച്ചു. സഞ്ജു സാംസണിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. ഇന്ത്യൻ ഫീൽഡർമാർ 4 ക്യാച്ചുകൾ കൈവിട്ടത് ആരാധകരെ നിരാശരാക്കി. എന്നിരുന്നാലും ബോളർമാരുടെ മികച്ച പ്രകടനം ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. 169 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബംഗ്ലാദേശിന് തുടക്കം തന്നെ പാളി. ഓപ്പണർ തൻസീദ് ഹസനെ തുടക്കത്തിൽ തന്നെ നഷ്ടമായി. എന്നാൽ 2-ാം വിക്കറ്റിൽ സെയ്ഫ് ഹസൻ, പർവേസ് ഹുസൈൻ, ഇമേൻ എന്നിവർ ചേർന്ന് 30 പന്തിൽ 42 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. പവർ പ്ലേ അവസാനിപ്പിക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ സ്കോർ 1 വിക്കറ്റ് നഷ്ടത്തിൽ 44 ആയിരുന്നു. എന്നാൽ ഈമോനെ പുറത്താക്കി കുൽദീപ് യാദവ് ഇന്ത്യക്ക് മത്സരത്തിൽ മേൽക്കൈ നൽകി. തൊട്ടടുത്ത ഓവറിൽ വരുൺ ചക്രവർത്തി ഷമീം ഹുസൈനെയും പുറത്താക്കി. ഒരറ്റത്ത് പൊരുതിക്കൊണ്ടിരിക്കുന്ന സെയ്ഫ് ഹസൻ ബംഗ്ലാദേശിന് പ്രതീക്ഷ നൽകി. ഇന്ത്യൻ ഫീൽഡർമാർ 4 ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയതോടെ സെയ്ഫ് ഹസൻ ബംഗ്ലാദേശിന് അത്ഭുത വിജയം സമ്മാനിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. എന്നാൽ ബംഗ്ലാദേശിന്റെ പ്രതീക്ഷകൾക്ക് മേൽ ജസ്പ്രീത് ബുംറയുടെ കൃത്യതയാർന്ന ബോളിംഗ് പ്രഹരമായി. സെയ്ഫ് ഹസനെ പുറത്താക്കി ബുംറ ഇന്ത്യൻ വിജയം ഉറപ്പാക്കി. കുൽദീപ് യാദവ് 3 വിക്കറ്റുകളും ബുംറ, വരുൺ ചക്രവർത്തി എന്നിവർ 2 വിക്കറ്റുകൾ വീതം നേടി. ഈ വിജയം ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിച്ചു. അഭിഷേക് ശർമ്മയുടെ വെടിക്കെറ്റ് ബാറ്റിംഗ് പ്രകടനം ഇന്ത്യയുടെ യുവനിരയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു. ബംഗ്ലാദേശിനെതിരെ നേടിയ ഈ വിജയം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഫൈനലിൽ ശക്തമായ ഒരു പോരാട്ടത്തിൽ ഒരുങ്ങാൻ അവരെ സഹായിക്കുകയും ചെയ്യും. ബൗളിംഗിൽ കുൽദീപ് യാദവ്, ബുംറ, വരുൺ എന്നിവർ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ ആഴവും വൈവിധ്യവും തെളിയിക്കുന്നതായിരുന്നു. മൊത്തത്തിൽ ടീം ഇന്ത്യയുടെ ഒരു മികച്ച പ്രകടനമാണ് ഈ മത്സരത്തിൽ കണ്ടത്. പലപ്പോഴും പിച്ചുകൾ വേഗത കുറഞ്ഞതും സ്പിന്നർമാർക്ക് സഹായകവുമായതുമായ ദുബായിലെ സാഹചര്യങ്ങളിൽ തുടക്കം മുതലേ ആക്രമണാസക്തമായി ബാറ്റ് ചെയ്യാൻ അഭിഷേക് ശർമ്മ കാണിച്ച ധൈര്യം പ്രശംസനീയമാണ്. ഇതോ ഒരു യുവതാരത്തിന്റെ പക്വതയും മത്സരത്തിലെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുമാണ് കാണിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ഫീൽഡിംഗിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്നും ഈ മത്സരം ഓർമ്മിപ്പിച്ചു. 4 ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയത് ഒരു വലിയ പോരായ്മ തന്നെയാണ്. ഫൈനലിൽ ശക്തമായ ടീമിനെതിരെ ഈ പിഴവുകൾ വലിയ വില നൽകേണ്ടി വരും. അതുകൊണ്ട് ഫീൽഡിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ടീം മാനേജ്മെന്റ് ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വിജയം ഇന്ത്യയുടെ ഏഷ്യ കപ്പ് വിജയ പ്രതീക്ഷകൾക്ക് കൂടുതൽ കരുത്തു നൽകുന്നു. ഫൈനലിൽ ആരെ നേരിട്ടാലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ടീമിന് സാധിക്കുമെന്നാണ് ഈ മത്സരം സൂചിപ്പിക്കുന്നത്. യുവതാരങ്ങളുടെയും പരിചയസമ്പന്നരായ കളിക്കാരുടെയും ഒരു മികച്ച സംയോജനം ഇന്ത്യൻ ടീമിൽ കാണാൻ സാധിച്ചു. ഇത് ഇന്ത്യയുടെ ഭാവി ക്രിക്കറ്റിന് ഒരു ശുഭസൂചന കൂടിയാണ് നൽകുന്നത്.